ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 18-ാമത്തെ അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ഒരു ക്രിസ്ത്യാനിയുടെ മനോഭാവത്തിൽ ചേർത്ത് പിടിക്കേണ്ട ആത്മീയതയെ കൃത്യമായി ദ്യോതിപ്പിക്കുന്ന ഒരു കഥ പറയുന്നു. സമൂഹത്തിലെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള രണ്ട് വ്യക്തികളെയാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന് ഫരിസേയനാണ്. ഫരിസേയൻ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നു. സദൂക്കയിലും ഫരിസേയരും നിയമജ്ഞരുമൊക്കെ ഇസ്രായേൽ സമൂഹത്തിലെ വേറിട്ട വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്. അവരിൽ ഫരിസേയരും നിയമജ്ഞരും കർത്താവിൻ്റെ വിമർശനത്തിന് എല്ലാ കാലത്തും കാത്തിരിപ്പതരായിട്ടുള്ള അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം ഈശോ പലവട്ടം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവിടുന്ന് കൃത്യമായി അവരെ ടാർഗറ്റ് ചെയ്തത് ഈ കഥ നമ്മൾ കാണുന്ന ഫരിസേയൻ ഏറെ നന്മകളുള്ള മനുഷ്യനാണ് എന്ന കാര്യത്തിൽ സംശയം. അവര് കാണിക്കുന്ന കണിശം, നിയമങ്ങൾ പാലിക്കാനും ആചാരങ്ങൾ പാലിക്കാനും കാണിക്കുന്ന കൃത്യത ഈശോ വരച്ച് കാണിക്കുന്നു. ഫരിസേയൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് അഹങ്കാരത്തിന്റെ ഒരു ഭാഷയിലാണ് എങ്കിലും പറഞ്ഞതൊക്കെയും കാര്യമാണ് എന്നത് സത്യം. ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു. ക്രിസ്ത്യാനിക്ക് ഇന്ന് വർഷത്തിലാണ് 2 ദിവസം ഉപവസിക്കുന്നത്. ഇത് കൃത്യമായി പാലിക്കുന്ന എത്ര ക്രിസ്ത്യാനികൾ സ്വയം വിലയിരുത്തുമ്പോഴാണ് ഈ ഫരിസേയന്റെ ആർക്കസ്യത്തോടെയുള്ള നിയമപാലനത്തെ ഞാൻ സമ്പാദിക്കുന്ന സകലതിൻ്റെയും ദശാംശം കൊടുക്കുന്നു എന്ന മനുഷ്യൻ പറഞ്ഞപ്പോൾ അത് നുണയാകാൻ കഴിയും. നമ്മൾ ക്രിസ്ത്യാനി എത്ര ദശാംശം എൻ്റെ സമ്പത്തിൻ്റെ എൻ്റെ വരുമാനത്തിൻ്റെ കൃത്യമായി സംഭവിക്കുന്നുണ്ട്. സ്വയം ആത്മസമർപ്പണം നടത്തുന്നതാണ് ഈ മനുഷ്യൻ്റെ അവൻ്റെ ചിന്തയുടെ അവൻ നടത്തിയ വ്യവഹാരങ്ങളിൽ അവൻ തൻ്റെ പിറകിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നീതിരഹിതനല്ല, അക്രമകാരിയല്ല. ഈ നിൽക്കുന്ന ഫരിസേയനെ ഈ ചുങ്കക്കാരനെ പോലെയും തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തിൽ നിന്ന് ഈ മനുഷ്യൻ പറഞ്ഞു വെച്ച 3 കാര്യങ്ങൾ കൃത്യമാണ്. പക്ഷെ എന്നിട്ടും ദൈവസന്നിധി അവൻ അവഗണിക്കുന്നു. കാരണം അവൻ പറഞ്ഞ വാക്കുകളിൽ അഹങ്കാരത്തിൽ, അവൻ പറഞ്ഞ വാക്കുകളിൽ പ്രാർത്ഥനയില്ലായിരുന്നു. താൻ എന്തൊക്കെയോ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദേവാലയത്തിൽ ചെന്ന് എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അവൻ ഇറങ്ങി. ഈ ഫരിസേയനേക്കാൾ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടത് അവൻ പാപിയായിരുന്നിട്ടും ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. ചങ്കു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവൻ പറയുന്നത്, കർത്താവേ, പാപിയായ എന്നോട് കരുണയായി. ദേവാലയത്തിലെ തമ്പുരാന്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത പോലും തനിക്കില്ലെന്ന് പറഞ്ഞു ചിന്തിച്ചുകൊണ്ട് അവന് പള്ളിയുടെ മോന്തളത്തിൽ നിന്നുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ മിക്ക ഇടവകളിലും ഭക്തജനത്തിലേറെയും മോന്തളത്തിലാണ് എന്ന് നമുക്കറിയാം. പക്ഷെ മനോഭാവങ്ങളാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഫരിസേയനെ പോലെ ദേവാലയത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ അൽത്താരയുടെ തൊട്ട് താഴെ നിന്ന് അഹങ്കാരത്തിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവൻ അംഗീകരിക്കപ്പെട്ടില്ല എന്നതുകൊണ്ട് ഞാൻ നിൽക്കുന്ന ഇടമാണ് പ്രശ്നം, അതുകൊണ്ട്
മണ്ഡലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. മണ്ഡലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. പക്ഷെ ഇന്ന് ക്രിസ്ത്യാനിക്കുള്ളത് ഫരിസേയന്റെ മനോഭാവവും വേണ്ടത് ചുങ്കക്കാരന്റെ മനോഭാവവും ഫരിസേയന്റെ ഈ മേഖലയിൽ ഒരുപാട് നമ്മുടെ അഹങ്കാരത്തിന്റെയും താൻപോരിമയുടെയും മേഖലയിൽ വലിയ മാറ്റം കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം നീ ചെയ്തു